ഗുഡ് മോർണിംഗ് ഫ്രം ക്യോട്ടോ. ഡേ 1 അല്ലേ. നമ്മൾ ആസ് യൂഷ്വൽ പടത്തിലൊക്കെ കണ്ട പോലെ നല്ലൊരു റെയിനി ഡേ ആണ്. അങ്ങോട്ടേക്ക് മഴ കുറയുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഫുഷ്മീനാരിയിലാണ്. ഈ മറ്റേ ചുമന്ന കുറേ ഗേറ്റൊക്കെ ഉള്ള ടൂറി ഗേറ്റ്സ് ഒക്കെ ഉള്ളത്. നമ്മൾ ഈ ക്യോട്ടോ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പടം അതാണ്. നമ്മൾ അവിടേക്കാണ് പോകാൻ പോകുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ ഫുഷ്മീനാരിയിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ ഗേറ്റ്. നല്ല ടോറി ഗേറ്റ്, നല്ല വലുപ്പമുള്ള ടോറി ഗേറ്റ് ആണ്. ഇതാണ് തോന്നുന്നത് ഏറ്റവും വലുതും. അല്ലെ പോകെ പോകെ ഒന്നും കൂടെ വലുതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാ, ഞാൻ അകത്തേക്ക് പോയി നോക്കാം. ഇപ്പം നമ്മൾ ഈ നടക്കാൻ പോകുന്ന ഹൈക്ക് എന്ന് പറയുന്നത് ഒരു 3-4 മണിക്കൂർ എടുക്കുന്ന ഹൈക്കാണ് കേട്ടോ. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ വരും. ആദ്യം ഇടത് കൈ കഴുകണം. then you have to wash the right hand. ഇതാണ് ഫുഷ്മീനാരി ടൈഷ, നമ്മുടെ ഷ്രൈൻ. ഇത് ഇങ്ങനെ കാണാൻ പറ്റിയത് നമ്മുടെ ഭാഗ്യമാണ്. കാരണം ഇവിടെ ഫുൾ തിരക്കായിരിക്കും, ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടാവുക. നോർമലി നമ്മൾ ഇത്ര നേരത്തെ വന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയെങ്കിലുമൊക്കെ കാണാൻ പറ്റുക. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞായിരിക്കും. തിരിച്ചിറങ്ങി വരുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വന്നപ്പോൾ ഏകദേശം ഒരു 10-20 പേരുള്ള സ്ഥലം ഇപ്പോൾ ഒരു കടലായിട്ടുണ്ട്. എപ്പോഴും ഇവിടെ നേരത്തെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ കുഞ്ഞു കുഞ്ഞു ടോറി ഗേറ്റ്സ് എന്താണെന്നറിയോ? ഇത് നമ്മുടെ ആഗ്രഹ സാധ്യതനാണ്. നമുക്ക് ഇവിടുന്ന് 1000 yen കൊടുത്തിട്ട് ഇങ്ങനത്തെ ഗേറ്റ്സ് വാങ്ങിക്കാം. അതായത് നമ്മുടെ പേരും നമ്മുടെ വിഷു എഴുതിയിട്ട് ഇവിടെ തൂക്കുക. അത് നടക്കുമെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. പിന്നെ ഇവിടെ 10,000 ഗേറ്റ്സ് ഉണ്ട് മൊത്തത്തിൽ നമ്മൾ നടക്കുന്നത്. അത് പലരും ഗിഫ്റ്റ് കൊടുത്തതൊക്കെ ആയിട്ട് അവരുടെ കാര്യം ആഗ്രഹിച്ചിട്ട് ആ ആഗ്രഹം നടക്കുമ്പം ഇതിന് ഗിഫ്റ്റ് കൊടുക്കും. നല്ല പൈസയുണ്ട്. 10,000 ഗേറ്റ്സ് ഉണ്ട്. ക്വൈറ്റ് എ ബിറ്റ് ഓഫ് എ ഹൈക്ക്. അപ്പം നമ്മൾ സാധാരണ ഒരു ഹൈക്ക് ചെയ്യുമ്പം ആ ഹൈക്ക് ചെയ്ത് മുകളിലെത്തുന്ന ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഹൈക്ക് ചെയ്യാറ്. പക്ഷേ ഇവിടുത്തെ ഈ ഫുഷ്മീനാരിയിലെ ഹൈക്ക് അങ്ങനെയല്ല. നമ്മൾ പറയില്ല ചില യാത്രകൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ ബട്ട് അബൌട്ട് ദ ജേർണി എന്ന്. ഈ ടോറി ഗേറ്റ്സിലൂടെയുള്ള യാത്രയാണ് ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. അതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും. മൊത്തത്തിലൊരു സെറീൻ അറ്റ്മോസ്ഫിയറാണ്. നമ്മളിപ്പോൾ ഒരു പകുതി എത്തുന്ന സമയത്ത് നമുക്ക് ഒന്നിക്കാൻ തിരിച്ച് താഴേക്ക് പോകാൻ വേണ്ടി എടുക്കാം, അല്ലെങ്കിൽ ഒരു മൗണ്ടൻ വ്യൂ ഉള്ള സ്ഥലത്തേക്ക് പോകാം. നമ്മൾ കയറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. പിന്നെ ഈ കാണുന്നത് ഫുൾ ചുമന്ന ടോറി ഗേറ്റ്സ് ഇല്ലേ, ഈ ഓരോ ഗേറ്റും ജാപ്പനീസ് കൾച്ചറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ ഈ ഗേറ്റ്സിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിയൽ വേൾഡില്ലേ, നമ്മുടെ ഇപ്പോഴത്തെ സാധാരണ ലോകത്ത് നിന്ന് നമ്മളൊരു സേക്രഡ് വേൾഡിലേക്ക്, അതായത് നമ്മളൊരു പവിത്രമായ വേറൊരു ലോകത്തേക്ക് കാല് വെക്കുന്നു എന്നാണ് ഈ ഓരോ ഗേറ്റും കാണിക്കുന്നത്. ഇവിടെ നിന്നാട്ടോ നമ്മൾ ക്യോട്ടോ സിറ്റി കാണുന്നത്. ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ കാണാം. ഒന്നിക്ക് നമുക്ക് ഇവിടെ നിർത്തിയിട്ട് തിരിച്ച് താഴേക്ക് പോവാം, അല്ലെങ്കിൽ നമ്മൾ ഫുഷ്മീനാരിയുടെ മുകളിൽ വരെ പോവാണ്. എന്നെ കേരളം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് to go hike up there. അവള് പിന്നെ എല്ലാത്തിനും റെഡിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ. So let's see. So this is actually beautiful. ഒരു സ്പിരിറ്റഡ് അവയിലൊക്കെ കാണുന്ന പോലത്തെ സ്ട്രക്ചേഴ്സാണ് ചുറ്റിനും ഇരിക്കുന്നത്. എനിക്കിത് റിയാലിറ്റി ആണെന്ന് തോന്നുന്നില്ല. നമ്മളൊരു ഡ്രീമി പ്ലേസിൽ വന്ന പോലെയാണ് തോന്നുന്നത്. നമ്മൾ ഈ മിയാസാക്കിയുടെ വേൾഡിൽ വന്ന പോലെയല്ലേ, സ്പിരിറ്റഡ് ഏവയിലൊക്കെ കാണുന്ന മാതിരി സ്ട്രക്ചേഴ്സാണ് അതിൻ്റെ ചുറ്റുമുള്ളത്. ഈ കാണുന്ന ഈ ടോറി ഗേറ്റ്സ് ആണെങ്കിലും ഈ ഷ്രൈൻസിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ മിനിയേച്ചർ സാധനങ്ങളൊക്കെ നിറയെ കണ്ടില്ലേ. പിന്നെ ഇവിടെ നമുക്ക് ഫോക്സിനെ നന്നായിട്ട് കാണാൻ പറ്റും. ഫോക്സ് നേരത്തെ പറഞ്ഞല്ലോ, ഈ മെസ്സഞ്ചർ ഓഫ് ഇനാരിയാണ് ഫോക്സ്. ഇത് കണ്ടിട്ട് നമുക്ക് നറൂട്ടോയിലെ മറ്റേ കുറാമേനെ ഓർമ്മ വന്നു, നമ്മുടെ 9 tailed ഫോക്സ് ഇല്ലേ. അപ്പം ആ 9 tailed ഫോക്സ് നല്ല ഓറഞ്ച് കളറാണ്. ആ ഒരു
സിമിലർ ഓറഞ്ച് കളറാണ് ഈ ടോറി ഗേറ്റിനാണെങ്കിലും അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ കണ്ടില്ലേ മൊത്തത്തിൽ ഫുൾ ഓറഞ്ച് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഈ കാണിക്ക വഞ്ചിയൊക്കെ ഇല്ലേ പൈസ ഇടുന്നത്, അതുപോലെ പൈസ ഇടുക, എന്നിട്ട് മണി മുഴക്കുക, എന്നിട്ട് നമ്മൾ 2 വട്ടം ബോ ചെയ്യുക, അതിനുശേഷം 2 വട്ടം ക്ലാപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ വിഷ് നമ്മൾ പറയുക മിക്ക വിഷ്, എന്നിട്ട് അതിനുശേഷം വീണ്ടും 1 വട്ടം ക്ലാപ്പ് ചെയ്യുക, എന്നിട്ട് ബോ ചെയ്യുക. ഇങ്ങനെയാണ് ഇവിടെ പ്രാർത്ഥിക്കേണ്ടത്. നമ്മളൊരു മലയുടെ മുകളിൽ എത്തിയാലെന്താ, അവിടെയുണ്ട് വെൻഡിങ് മെഷീൻ. അവിടെ നമുക്ക് കോഫി, മിനിറ്റ് മെയ്ഡ്, കോള എന്ത് വേണമെങ്കിലും കിട്ടും. ഇവിടെ ഒരു എത്രയോ മില്യൺ വെൻഡിങ് മെഷീൻസ് ഇല്ലേ ജപ്പാൻ മൊത്തത്തിൽ. ഒരു ജാപ്പനീസ് ഗാർഡന്റെ ഫീൽ ഉണ്ടല്ലോ മൊത്തത്തിൽ. How do you feel about this place? നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക പോകുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ സമ്മിറ്റിലേക്കാണ് പോകുന്നതെന്നിരിക്കും, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ കുറുക്കന്മാരെ കാണും, ഒരു കുഞ്ഞു വാട്ടർഫോൾ കാണും, ഷ്രൈൻസ് കാണും, ടോറി ഗേറ്റ്സ് കാണും. ഇതൊക്കെ തന്നെ പക്ഷേ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയ രീതിയിൽ കാണും. അതെൻ്റെ ഹൈക്കിനെ കുറച്ച് ഈസി ചെയ്യുന്നുണ്ട്. എനിക്ക് കയറാൻ ഇടയ്ക്ക് ഫുഡും കഴിക്കാം. ആ, മുട്ട കിട്ടും, മുട്ട. കാറിലാണ് എന്നെ വലിച്ചുകൊണ്ട് പോകുന്നത്. മോട്ടിവേറ്റിംഗ് മീ. ഞാനുള്ള ഒരു റീല് കാണിച്ചായിരുന്നു, ജർമൻസിൻ്റെ കൂടെ ഹൈക്കിന് പോകുന്നത്. ആൻഡ് ഐ സെൻഡ് ഇറ്റ് ടു ഹർ. ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്, റൈറ്റ്? ഐ ആം ഡെഡ് ബട്ട് ഷീ ഈസ് ലൈക്ക് ലെറ്റ്സ് ഗോ. ഫുൾ ഖുറാനാണ്. I mean, they are the messengers, so there should be a lot of Kuramas. And we got the Torii gates for ourselves. നമുക്ക് മാത്രമായിട്ട് ഇപ്പോൾ കുറച്ച് നേരം. ആദ്യം നമ്മൾ അടികൂടി ഫോട്ടോയും വീഡിയോ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. Yeah, you can come up, wait a bit, then you have the space. കുറച്ച് എഫേർട്ട് എടുത്ത് മുകളിലോട്ട് കയറിയാൽ മതി. Yes, you guys made it. എത്തിയോ? Yes. Oh God. ഇനിയുണ്ട് ഒരു 10,000. No, it's there already. Yeah. Let's go, Carol. നമ്മൾ എത്തി ഗൈസ്. എവിടെ? ടോപ്പിൽ. മുഷിപ്പിനാരിയുടെ ടോപ്പിലെത്തി. അപ്പം നമ്മൾ ഇനാരിയുടെ അടുത്തെത്തി. ഇനാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഓഫ് റൈസ് ആണ്. ഇനാരി ആക്ച്വലി മൗണ്ടൻ ആണ്. ആ മൗണ്ടനെയാണ് ഇവർ വർഷിപ്പ് ചെയ്യുന്നത്. ആ മൗണ്ടൻ്റെ സ്പിരിറ്റ് അല്ലെ അതിൻ്റെ കാമി, അതിനെയാണ് ഡയറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മൗണ്ടൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് അതിൻ്റെ എലമെൻ്റ് ആയിട്ടുള്ള സ്റ്റോണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ ഇനാരീനെയൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി നമ്മൾ താഴേക്ക് പോവാണേ. തിരിച്ചുള്ളത് കയറിയതിനേക്കാളും എളുപ്പമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഫാസ്റ്റർ. ഇനി നമ്മൾ താഴേക്ക്
ഒരു വേഗം കഴിക്കില്ല. Paparazzi surround. How much? നമ്മളൊരു പാൻ കേക്ക് വാങ്ങിയതാണ്. ദിസ് ഈസ് കോൾഡ് ദ ജാപ്പനീസ് പാൻ കേക്ക്. ലുക്ക് അറ്റ് ദ ഡീറ്റെയിലിംഗ് ഐ തിങ്ക് ആൻഡ് ദെൻ ലുക്ക് അറ്റ് 10 yen കോയിൻ പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് കാരൽ പറയുന്നത്. It's a nice pancake. Oh, I didn't get that though. Cheese? ഇതൊരു ഷിൻഡോ ഷ്രൈനാണ്. അതായത് ഇവിടുത്തെ ഷ്രൈൻ വരുന്നത് ഷിൻഡോ റിലീജിയൻ്റെയും ടെമ്പിൾ വരുന്നത് ബുദ്ധിസത്തിൻ്റെയാണ്. ഈ ഏരിയയിൽ മൊത്തം നമുക്ക് ഇഷ്ടംപോലെ ഈ സ്റ്റോൺസ് ആണ് കാണാൻ പറ്റുക. ഈ സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മൗണ്ടൻ ആവാം, റെപ്രസെൻറ്റേഷൻ ഓഫ് സോയിലോ മഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. നാച്ചുറൽ ഒബ്ജക്ട്സിനെയാണ് ഷിൻഡോ റിലീജിയനിൽ ആരാധിക്കുന്നത്. അതിൻ്റെ ആ സ്പിരിറ്റിനെ അവർ വിളിക്കുന്ന പേരാണ് കാമി. ഇപ്പം നമ്മൾ കാമി, ഡയറ്റി, സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 വാക്കും ഭയങ്കര ഇൻ്റർചേഞ്ചബിൾ ആണ്. അതിൻ്റെ ഒരു എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഒബ്ജക്ട്സിനെയാണ് അവർ വേർഷിപ്പ് ചെയ്യുന്നത്. അതാണ് ഷിൻഡോ റിലീജിയൻ്റെ ബേസിസ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കാമീസിനെ അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എനിക്കിത് തിന്നാൻ പറ്റില്ല. there are some foods ഞാനിങ്ങനെ നോ പറയും. But Carol, it's also way too hot. See? Oh God. Go. You like the taste? Just a dough, and then there's octopus inside. I like octopus, so then it's like fine. It's not completely cooked. It just pops in your mouth when you bite, right? Sweet potato with sweets. Sweet potato and pansari itam. I thought it was salt. Kummi that. 10 minutes കൂടെ നടന്ന് നമ്മൾ സമ്മിറ്റിലെത്തും. Only 10 minutes. Only 10 minutes. God, I faked it so good.